ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ മാരക സ്ട്രൈക്ക്. ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവയ്പിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെ 19 പേർ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇസ്രായേൽ സൈനികർക്കെതിരെ ആയുധധാരികളായ വ്യക്തികൾ അവിടെ വെടിയുതിർത്തതിന് അതിന് പ്രതികാരമായിട്ടാകാം ആക്രമണം നടത്തിയതെന്നാണ് സൈന്യം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിൽ തന്നെ ഗാസയിൽ ഉടനീളം ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ അത് വലിയ രീതിയിൽ വർധനവ് ഉണ്ടായതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിനിടെ തന്നെ തെക്കൻ ഗാസയിലെ ഖാൻ യൂനസിൽ ഒരു കുടുംബത്തിന്റെ കൂടാരത്തിന് നേരെ ഉണ്ടായ വ്യോമാക്രമണത്തിൽ 12 വയസ്സുള്ള ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെട്ടതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ഗാസ നഗരത്തിലെ സൈത്തൂൺ പ്രദേശത്ത് ടാങ്ക് ഷെല്ലാക്രമണത്തിൽ അവിടെ 2 പേർ ഉൾപ്പെടെ തന്നെ, അതായത് ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ 71,800-ലധികം തന്നെ പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഗസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഹമാസ് നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ഭാഗമായ ഈ മന്ത്രാലയം സൂക്ഷിക്കുന്ന മരണക്കണക്കുകൾ ഐക്യരാഷ്ട്ര സംഘടനയുടെയും അതുപോലെ തന്നെ സ്വതന്ത്ര വിദഗ്ധരുടെയും വിശ്വസനീയമായ വിലയിരുത്തപ്പെട്ട് അതിൽ പുറത്തുവിടുന്ന കണക്കുകളാണ് എന്നാണ് ഇവർ ഇവിടെ അവകാശവാദം ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര സുരക്ഷാ സേനയുടെ വിന്യാസം, ഹമാസിന്റെ നിരായുധീകരണം, അതുപോലെ ഗാസയുടെ പുനർനിർമ്മാണം എന്നിവ ഉൾപ്പെടെ തന്നെ വെടിനിർത്തലിന്റെ പ്രധാന ഘടകങ്ങൾ അവിടെ നിലച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും ഗാസയെ കലുഷിതാവസ്ഥയിലേക്ക് നീക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത്. കരാറിന്റെ ഈ ഭാഗങ്ങൾ എപ്പോൾ അവസാനിക്കുമെന്നത് US ഒരു സമയപരിധിയും നൽകിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ വിശദീകരണമായി തന്നെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ഗാസയിലെ റഫ അതിർത്തി വീണ്ടും തുറന്നു നൽകിയതായി തന്നെ ഇസ്രായേൽ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. അതിർത്തിയിലൂടെ തന്നെ നിയന്ത്രണങ്ങളുടെയോ അല്ലെങ്കിൽ ഇന്നു മുതൽ ഗതാഗതം അനുവദിച്ചു തുടങ്ങുകയും ചെയ്തതായി തന്നെ വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ ധാരണയിലെ ആ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. 2 വർഷം മുൻപ് യുദ്ധം തുടങ്ങിയതോടെയാണ് അവിടെ ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിൽ തന്നെ നിർണായക ഇടനാഴി അടച്ചുപൂട്ടിയത്. ചികിത്സാ ആവശ്യങ്ങൾക്കായി തന്നെ അതിർത്തി കടക്കാൻ കാത്തിരിക്കുന്നത് 100 കണക്കിന് പാലസ്തീനികളാണ് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആംബുലൻസുകൾ, ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ട്രക്കുകൾ എന്നിവയ്ക്ക് ഇരുവശത്തേക്കും സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഈജിപ്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയൻ അവിടെ ദൗത്യ സംഘടനയും പാലസ്തീനി സുരക്ഷാ ഉദ്യോഗസ്ഥരും ചേർന്നാകും ഈ അതിർത്തി നിരീക്ഷിക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു. ആളുകൾക്ക് പരിമിതമായി തന്നെ മാത്രമേ യാത്രയ്ക്ക് അനുമതി ലഭിക്കൂ എന്നതാണ് സൂചന. 4500 കുട്ടികളടക്കം തന്നെ 20,000-ലേറെ പേർ അടിയന്തര ചികിത്സ കാത്ത് അവിടെ ഗാസയിലുണ്ട് എന്നതാണ് വിലയിരുത്തൽ. പ്രതിദിനം 50 രോഗികൾക്ക് അതിർത്തി കടക്കാമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഓരോ രോഗികൾക്കും 2 അവിടെ കൂട്ടിരിപ്പുകാരെയും അനുവദിക്കും. 2 വർഷത്തിനിടെ തന്നെ കഴിഞ്ഞ വർഷം ചെറിയ ഇടവേളയിൽ അവിടെ രോഗികളെ കൊണ്ടുപോകാൻ മാത്രമാണ് റാഫ അതിർത്തി തുറന്നു നൽകിയത്. അതേസമയം രാജ്യം അവിടെ അതായത് ഈ രാജ്യം വിട്ടു വന്നവർക്ക് ഗാസയിലേക്ക് മടങ്ങാൻ അനുമതി ലഭിക്കുമോ എന്ന ആശങ്ക ഇപ്പോൾ പലരിലും അവിടെ പുറത്ത് കടക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് എന്നതും ഒരു സൂചനയായി തന്നെ എടുത്തു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.